Hi friends, welcome to PUBG Tech. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഗെയിമിംഗ് റിവ്യൂ ആണ്. VIvo Z1Pro എന്ന് പറയുന്ന PUBGക്ക് വേണ്ടി പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ഫോണിന്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. PUBG ഗെയിമിന്റെ ഒപ്പം തന്നെ Asphalt 9ഉം Pess ഒക്കെ നമ്മൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ മാക്സിമം പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഹീറ്റിംഗ്, ബാറ്ററി കപ്പാസിറ്റി എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ PUBG സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗെയിം അസിസ്റ്റന്റ് എന്നൊരു സംഭവം വരും. നമ്മളത് ഓക്കെ അടിച്ച് ഗെയിമിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടന്നു കഴിയുമ്പോൾ ആ ഒരു അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. PUBG യാതൊരു ഇഷ്യൂ ഇല്ലാതെ കളിക്കാൻ പറ്റും എന്ന കാര്യങ്ങളാണ് ഈ ഒരു PUBG ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് VIvo Z1Pro എന്ന ഫോണിൽ പറയപ്പെടുന്നത്. അതിന് നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് കാണാം. മാക്സിമം എന്ന് പറയുന്നത് HDR ഒന്നും കിട്ടില്ല. മാക്സിമം എന്ന് പറയുന്നത് HD ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് തന്നെയാണ്. അപ്പോൾ അതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ്. ആ സെറ്റിംഗ്സിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് യാതൊരു ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെ വേണമെങ്കിൽ നമുക്കൊക്കെ സ്വൈപ്പ് ചെയ്തൊക്കെ നോക്കാവുന്നതാണ്. യാതൊരു ഇഷ്യൂസും ഇതിൻ്റെ ഭാഗത്തൊന്നും വരുന്നില്ല. ഇപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും കാണുന്നില്ല. വളരെ കൂളായിട്ട് തന്നെ ജമ്പിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് മാക്സിമം ആണ് ഈ ഫോണിനെ സംബന്ധിച്ചുള്ള ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സിലാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. പാരച്യൂട്ടിൻ്റെ സെക്ഷനിലൊക്കെ പൊതുവെ ഒത്തിരി പ്രശ്നങ്ങൾ കാണാറുണ്ടെന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. യാതൊരു പ്രശ്നവുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി ലാൻഡ് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായ ലാൻഡിങ് ആണ്. അപ്പോൾ യാതൊരു ഇഷ്യൂവും നമുക്ക് പാരച്യൂട്ടിൻ്റെ ഭാഗത്തോ ലൂട്ടിങ്ങിൻ്റെ ഭാഗത്തോ ഒന്നുമില്ല. വളരെ കൂളായ ഒരു പെർഫോമൻസാണ് ഫോൺ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരു പെർഫോമൻസ് ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി കുറച്ച് ഫയറിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തും ഫയറിങ്ങിൻ്റെ ഭാഗത്തും കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. വളരെ നൈസായൊരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഡ്രൈവിംഗ് ആണ്. മറ്റുള്ള ഫോണുകളൊക്കെ നമ്മൾ ഗെയിം റിവ്യൂ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ സെക്ഷനിൽ വണ്ടികളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഫ്രെയിം ഡ്രോപ്പ് മിക്കവാറും പല ഫോണുകളിലും കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് യാതൊരു ഫ്രെയിം ഡ്രോപ്പോ ഒന്നും തന്നെ ഇല്ല. യാതൊരു ഇഷ്യൂസും ഇല്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാതൊരു ഇഷ്യൂസും ഹിൽ ക്ലൈമ്പിങ് ആയാലും കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്ത് നോക്കുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്തില്ല. ഡ്രൈവിങ്ങിലും അപ്പോൾ വണ്ടി വളരെ ഫോൺ വളരെ സ്മൂത്തായിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് വണ്ടികൾ ഞാൻ മാറിയും ഒക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. യാതൊരു പ്രശ്നവുമില്ല. വളരെ കൂളായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ബോട്ടിങ്ങും നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ആ ബോട്ടൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. വളരെ കൂളാണ്. നമുക്കിവിടെ കാണാം ബോട്ടിങ്ങിലും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. അപ്പോൾ അതും വളരെ നൈസായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ്. നമുക്ക് സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ സ്മൂത്തായ ഒരു പെർഫോമൻസ് തന്നെയാണ് ആ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് വളരെ കൂളായൊരു പെർഫോമൻസാണ്. യാതൊരു ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് PUBG എന്ന ഗെയിം കളിക്കാൻ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യപ്പെട്ടൊരു ഫോൺ തന്നെയാണിത്. ഇതിനകത്ത് പെർഫോമൻസ് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ ഫയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കാണാം. അപ്പോൾ യാതൊരു ഇഷ്യൂസും ഇതിനകത്ത് കാണുന്നില്ല. വളരെ കൂളായ പെർഫോമൻസ്. ഡിവൈസും ഹീറ്റൊന്നും ആവുന്നില്ല. എൻ്റെ കയ്യിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായിരിക്കുന്നുണ്ട്. യാതൊരു ഹീറ്റിംഗ് ഇഷ്യൂസൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടിയ ബാറ്ററിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കൂടിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു നൈസ് ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. പക്ഷേ എങ്കിലും വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ബാറ്ററി ലൈഫും കിട്ടും എന്നുള്ളത് കൊണ്ട് അതൊക്കെ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ PUBG ഗെയിം നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു PUBG റിവ്യൂ എന്ന രീതിയിൽ നോക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല. എല്ലാ മേഖലയിലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ തരുന്നത്. യാതൊരു ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളുമില്ല. ഹീറ്റിങ്ങും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് നല്ലൊരു ഹൈലൈറ്റാണ്. അപ്പോൾ PUBG ഗെയിം പോലുള്ള കാര്യങ്ങൾ കളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാവുന്ന ഏറ്റവും നല്ല ഫോണായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. സ്കോപ്പ് യൂസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് പലപ്പോഴും ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇവിടെ ആ വക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല.
അപ്പോൾ നല്ല മികച്ചൊരു പെർഫോമൻസ് ഈ PUBG ഗെയിമിൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കഷ്ടി 1 മണിക്കൂറോളം നമ്മൾ കളിച്ച് കഴിയുമ്പോൾ ബാറ്ററി ഒരു 16% ഡ്രോപ്പ് ആയിരിക്കുന്നത്. 40 ഡിഗ്രിയാണ് ബാറ്ററി ടെമ്പറേച്ചർ. ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. ഒരു ചെറിയ അന്തരീക്ഷത്തിലുള്ള ഒരു ഹീറ്റിംഗ് കൊണ്ട് 38-40 ഡിഗ്രി റേഞ്ചിൽ പൊതുവേ എല്ലാ ഫോണും ഹീറ്റ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ഹീറ്റിംഗ് തന്നെയുള്ളൂ, ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതാണ് PUBGയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. യാതൊരു പ്രശ്നവുമില്ല, ഓവർ ഹീറ്റിംഗും ഇല്ല, കൂളായിട്ട് നമുക്ക് കളിക്കാം. 1 മണിക്കൂർ കളിച്ചപ്പോൾ ഉള്ളൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അസ്ഫാൾട്ട് 9ൻ്റെ കാര്യമാണ് കാണാൻ പോകുന്നത്. PUBG എത്ര നല്ല സ്മൂത്തായിട്ട് കളിക്കുമ്പോൾ പിന്നെ അസ്ഫാൾട്ടിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. എങ്കിലും നമുക്ക് അസ്ഫാൾട്ടിൻ്റെ ഒരു 1-2 റൗണ്ട് ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഇഷ്യൂ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം. എന്നെ സംബന്ധിച്ച് യാതൊരു ഇഷ്യൂ ഇല്ല. ഞാൻ 1-2 റൗണ്ട് കളിച്ച് നോക്കിയതാണ്, യാതൊരു പ്രശ്നമില്ല. നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഒരു ഭാഗത്തും ഈ ഒരു അസ്ഫാൾട്ട് എന്ന ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അസ്ഫാൾട്ട് എന്ന ഗെയിം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. യാതൊരു ഇഷ്യൂ ഇല്ല, വളരെ നൈസായിട്ട് പെർഫോം ചെയ്തു. ഇനി പെസ് സ്റ്റാൻഡേർഡ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു സെറ്റിങ്സിലാണ് നമ്മൾ ആദ്യം ഒന്ന് കളിക്കാൻ പോകുന്നത്. പെസ് കളിക്കാൻ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ഒട്ടും തന്നെ അറിയില്ല. നമുക്ക് PUBG ഒക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ഗെയിം നമ്മൾ ഈ റിവ്യൂവിനല്ലാതെ വേറെ ഒരിക്കലും കളിക്കാറില്ല. അതുകൊണ്ട് തന്നെ കളി നോക്കേണ്ട പകരം പെർഫോമൻസ് നോക്കുക. ഒരു സിസ്റ്റം പെർഫോമൻസ് ആണ് നോക്കേണ്ടത്. കളിക്കുമ്പോൾ ഈ ബട്ടണുകളൊക്കെ എന്തിനുള്ളതാണെന്ന് പോലും എനിക്കറിയില്ല. പാസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ, പ്രസ്സൊക്കെ കാണുന്നത്, ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ അറിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഗെയിം പ്ലേ സിസ്റ്റത്തിൻ്റെ ഒരു പെർഫോമൻസ് മാത്രം നോക്കുക. കാരണം പല സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, തല വേറെ കാല് വേറെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു ഫോണിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ കുറച്ചൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് പെസ്സിൻ്റെ ഒരു പെർഫോമൻസ്. ഇപ്പോൾ ബസ് അവസാനിക്കാറായി. പക്ഷേ നമുക്ക് ഒരു ചെറിയ സംഭവം കൂടി ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഹൈ റെസൊല്യൂഷനിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ട് നമുക്കൊന്ന് കളിച്ച് നോക്കാം, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഇപ്പോഴും ഡിവൈസ് ഹീറ്റൊന്നും ആയിട്ടില്ല. ആ ഒരു നോർമലായ ഒരു 40 ഡിഗ്രി തന്നെയാണ് നിൽക്കുന്നത്. എനിക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവർ ഹീറ്റിംഗ് ഒന്നും ആവുന്നില്ല. ഈ നോർമൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ യാതൊരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ നമുക്ക് നേരെ ഹൈ റെസൊല്യൂഷനിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. വീഡിയോ സെറ്റിങ്സ് എടുത്തിട്ട് അതിനകത്ത് റെസൊല്യൂഷൻ ഹൈ റെസൊല്യൂഷൻ ആക്കുകയാണ്. ഹൈ റെസൊല്യൂഷനും 60 ഫ്രെയിം പെർ സെക്കൻഡും നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് മാക്സിമം ലെവലിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് ഈ സിസ്റ്റം എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ അഡ്വാൻസ്ഡ് കൺട്രോൾ എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിലവാരം നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ആ പെർഫോമൻസ് മാത്രം ഒന്ന് നോക്കുക, അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല. ആ ഒരു ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സിലും വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെസ് കളിക്കാൻ പറ്റിയ ഒരു ഫോണാണ്, അസ്ഫാൾട്ട് കളിക്കാൻ പറ്റിയ ഒരു ഫോണാണ്. PUBG കൺഫേം ആയിട്ടും വളരെ സ്മൂത്തായിട്ട് ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ കൂളായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ്. അപ്പോൾ ഗെയിമിംഗ് റിവ്യൂ എന്ന നിലയിൽ നമുക്ക് ഈ ഗെയിമുകളെല്ലാം വളരെ സിമ്പിളായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസാണ്. അത് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു 60 ഫ്രെയിം പെർ സെക്കൻഡ് ഹൈ റെസൊല്യൂഷൻ എന്നിട്ടുകൊണ്ട് പെസ് കളിക്കുമ്പോൾ ഡിവൈസ് നൈസായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. പൊതുവേ ഈ ഒരു സംഭവം ഇട്ടുകൊണ്ട് മറ്റ് പല ഫോണുകളും കളിക്കുമ്പോൾ 46, 47 ആ ഒരു റേഞ്ചിലേക്കൊക്കെ അല്ലെങ്കിൽ കൂടിയ ഒരു ഹീറ്റ് ആവുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു ഫോൺ അത്രയൊന്നും ഹീറ്റ് ആവുന്നില്ല. എങ്കിലും ഇവിടെ നൈസായിട്ട് സാധാരണ PUBGയൊക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് 30 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ ഇട്ട് കളിച്ചപ്പോൾ തോന്നാത്തൊരു ഹീറ്റിംഗ് ഈ ഹൈ റെസൊല്യൂഷൻ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ട് കളിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കത് നൈസ് ഒരു ഹീറ്റിംഗ് ഈ ഒരു രീതിയിൽ കളിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല. ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴും ഒരു ഇത്തിരി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങൾക്കിവിടെ കാണാം 43 ഡിഗ്രി. അപ്പോൾ ഇതൊരു വലിയൊരു ബാറ്ററി ടെമ്പറേച്ചർ ഒന്നുമല്ല, ഒരു നോർമലായ ഒരു 43 ഡിഗ്രി ബാറ്ററി ടെമ്പറേച്ചറാണ് കാണുന്നുള്ളൂ. അപ്പോൾ അത് പെസ്സും നമുക്ക് കൂളായിട്ട് തന്നെ ഇത് കളിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കളിച്ച് കഴിയുമ്പോൾ ഒരു 7:44 ഒരു 1.5 മണിക്കൂറൊക്കെ കളിച്ച് കഴിയുമ്പോൾ 25% ബാറ്ററിയാണ് ആകെ ഡ്രോപ്പ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് PUBG നമ്മൾ ഹൈ സെറ്റിങ്സിൽ തന്നെയാണ് കളിച്ചത്. അതേപോലെ നമ്മൾ പെസ് ഹൈ റെസൊല്യൂഷനിൽ വരെ ഒരു 15 മിനിറ്റോളം കളിച്ചു. അപ്പോൾ ഇത്രയും ലെവലിലൊക്കെ കളിച്ചപ്പോഴാണ് ഈ ഒരു 25% ഡ്രോപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ വലിയ ബാറ്ററി ലോസ് എന്ന് പറയാനില്ല, അതേപോലെ വലിയൊരു ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഗെയിമിങ്ങിന് പറ്റിയ ഒരു ഫോണാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.